ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെ നടാമെന്നുള്ളതാണ്. അപ്പം മഞ്ഞൾ, ഇഞ്ചി, അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളൊക്കെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതായ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കണ്ടു നോക്കാം. നമുക്ക് എങ്ങനെയാണ് കസ്തൂരി മഞ്ഞൾ നടുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിത്തുകൾ ഗ്രോബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പം കസ്തൂരി മഞ്ഞൾ നടുന്നതിന് മുമ്പായിട്ട് ഈ കസ്തൂരി മഞ്ഞളിനെ കുറിച്ച് ഡൗട്ട് ഇപ്പോഴും പലർക്കും ഉണ്ട്. കസ്തൂരി മഞ്ഞൾ എന്താണ്, മഞ്ഞക്കൂവ എന്താണ്, ഇങ്ങനെ പല പല ഇഞ്ചികളും മഞ്ഞളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലും ഒക്കെ. അപ്പോൾ ശരിക്കും കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ, കസ്തൂരി മഞ്ഞളിൻ്റെ അകവശം എന്ന് പറഞ്ഞാൽ നല്ല ക്രീം കളറായിരിക്കും, കണ്ടില്ലേ? നല്ലൊരു മണവുമായിരിക്കും കസ്തൂരി മഞ്ഞളിന്. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പം നേരത്തെയൊക്കെ കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞ ആൾക്കാർ വിചാരിച്ചിരുന്നത് ദാണ്ട ഈ മഞ്ഞ കൂവയായിരുന്നു. മഞ്ഞ കൂവ എന്ന് പറഞ്ഞാൽ വിരൽ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, കണ്ടോ? പക്ഷേ അത് നല്ല മഞ്ഞ, നമ്മൾ കറിക്കൊന്നും ഉപയോഗിക്കത്തൊന്നുമില്ല ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇതിനെയാണ് മഞ്ഞക്കൂവയെന്ന് പറയുന്നത്, കണ്ടോ? ഇപ്പോൾ കസ്തൂരി മഞ്ഞളിനെ പോലെ തന്നെ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാങ്ങായിഞ്ചി എന്ന് പറയുന്നത്. മാങ്ങായിഞ്ചിയും കസ്തൂരി മഞ്ഞളും അകവശം കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇതിന് ഒടിക്കുമ്പം പെട്ടെന്ന് ഒടിയും, കണ്ടോണേ? ഇത് ടക്കെന്നങ്ങ് ഒടിയുകയും ചെയ്യും. ഇതിന് മാങ്ങയുടെയും ഇഞ്ചിയുടെയും ഒരു സ്മെല്ലുമായിരിക്കും. ഇത് ചമ്മന്തി അരയ്ക്കാനും ചിലർ അവിയലിനകത്തൊക്കെ ഇടാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്നതായ സാദാ മഞ്ഞളാണ്. ഇത് എല്ലാ വീട്ടിലും എല്ലാവർക്കും അറിയുന്നതും എല്ലാ വീട്ടിലും കൃഷി ചെയ്യുന്നതുമാണ് മഞ്ഞൾ, സാദാ മഞ്ഞൾ. ഇനി കരിമഞ്ഞൾ, ചുമന്ന മഞ്ഞൾ, അങ്ങനെയൊക്കെ വേറെ പല ടൈപ്പിലുള്ള മഞ്ഞളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈവശം ഇതാണുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളക്കൂവ, കണ്ടോ? വെള്ളക്കൂവയാണ് നമ്മുടെ നാട്ടിലുള്ളത്, എൻ്റെ വീട്ടിലുള്ളത്. ഇതാണ് നമ്മൾ പിന്നെ പൊടിച്ച് അതിൻ്റെ പൊടിയൊക്കെ എടുക്കുന്നത്. വയറ്റിൻ്റെ ഏത് അസുഖത്തിനും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ വെള്ളക്കൂവയുടെ പൊടി എന്ന് പറയുന്നത്. നല്ല വിലയുള്ളതാണ്. കിലോയ്ക്ക് 1000, 1200 രൂപയൊക്കെ വിലയുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ കച്ചോലമാണ്. ഇതാണ് കച്ചോലം എന്ന് പറയുന്നത്. കച്ചോലമൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു വിളയാണ് ഇത്. കുഞ്ഞുങ്ങളുടെയൊക്കെ വയറ്റിൻ്റെ അസുഖത്തിന് കുഞ്ഞുങ്ങൾ രാത്രിയിൽ കിടന്ന് കരയുമ്പോൾ പണ്ടൊക്കെ ഇത് അരച്ചതിൻ്റെ ചാറൊക്കെ തൊട്ട് നാക്കി കൊടുക്കുമായിരുന്നു. വരമരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതായ ഒരു ഇഞ്ചിയാണ് ഈ കച്ചോലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നോർമൽ ഇഞ്ചിയാണ്, കണ്ടോ? ഇത് നമ്മൾ മണ്ണിനകത്ത് കുഴിച്ചിട്ടതിന് ശേഷം എടുത്തിരിക്കുന്നതാണ് നടാനായിട്ടുള്ള ഇഞ്ചി. ഇപ്പോൾ ഇങ്ങനെ മുളയൊക്കെ വന്നിട്ടുണ്ട്. മുള വന്നില്ല എന്ന് കരുതി ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ മണ്ണിനകത്ത് ഇടുമ്പോഴത്തേക്ക് അത് മുളയൊക്കെ ഇഞ്ഞ് വന്നോളും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡൗട്ട് എല്ലാവർക്കും തീർന്നു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ കസ്തൂരി മഞ്ഞളിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണുമായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞാൽ മഞ്ഞ കൂവയല്ല. കസ്തൂരി മഞ്ഞൾ എന്താണ്, ഒരു ക്രീം കളറാണ്. അപ്പോൾ അതിനി മറക്കണ്ട ആരും. അപ്പം അത് നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കട്ടെ. അപ്പം നമുക്ക് അത് നടുന്ന രീതിയൊക്കെ നമുക്ക് കാണിക്കാം. അപ്പം കുറേ പേർക്ക് നമ്മൾ വിത്തുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ നടുന്നതെന്നൊക്കെ ചിലർക്ക് അറിയത്തില്ല. അവരൊക്കെ ഇങ്ങനെ വന്ന് മെസ്സേജൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ ബയോബിനിലെ വളമാണിത്. നല്ല അടിപൊളി വളമായിട്ടുണ്ട്. അപ്പം ബയോബിനകത്ത് എങ്ങനെയാണ് വളം ഉണ്ടാക്കുന്നതൊക്കെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഗ്രോ ബാഗിനകത്ത് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രോ ബാഗിൽ ഇരുന്ന മണ്ണ് ഇവിടെ തട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അടിയിൽ കൊടുത്തിരിക്കുന്ന കയ്യിലേക്ക് അതിങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടോ? ഇത് നല്ലൊരു വളമായിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ആട്ടും കാഷ്ടവും കോഴിവളം എല്ലാം കൂടെ കൊണ്ടിട്ടിരുന്നത് അതും ഇടാം. പിന്നെ നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ്, കേട്ടോ? നല്ല അടിപൊളി വളം, എല്ലാത്തിനെയും നല്ല സൂപ്പർ വളമാണ് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഒരു കുഞ്ഞിപ്പിടി സൂപ്പർ മീലും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും വളം നമുക്ക് ഗ്രോ ബാഗിനകത്ത് നടുന്നതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഈ കരിയിലപ്പൊടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ വേരൊക്കെ നല്ലതുപോലെ അങ്ങ് ഓടിക്കോണം. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്രോ ബാഗ് ഇങ്ങനെ ഒന്ന് അമർത്തിയൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്കിന് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അതിനകത്തോട്ട് നടാം. അപ്പം നമ്മൾ തൂക്കുന്നതായ കരിയിലയൊക്കെ കൊണ്ട് നമ്മൾ ഒരിടത്തൊക്കെ കൂട്ടിയിട്ടിരുന്നാൽ, അല്ലെങ്കിൽ സഞ്ചിക്കകത്തൊക്കെ വാരി വെച്ചിരുന്നാൽ നമുക്ക് ഇതേപോലെ കരിയില കമ്പോസ്റ്റൊക്കെ ആയിട്ട് മണ്ണിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു 3 കസ്തൂരി മഞ്ഞളിൻ്റെ വിത്ത്
നട്ടു കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കരിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കരിയിലയൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് മുളയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ വളമൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ മണ്ണ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒരു മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നല്ല രീതിയിൽ പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കുറച്ച് പറമ്പിലും കൂടെ നട്ടിട്ട് വരാം. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നതായി വളം നിങ്ങളുടെ കൈവശം ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങളുടെ കൈവശം എന്ത് വളമാണോ ഉള്ളത് ആ വളം നിങ്ങൾക്ക് കൊടുത്തിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. നമ്മൾ കസ്തൂരി മഞ്ഞളിന് ഇടാനായിട്ട് വേപ്പും പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും വാങ്ങിച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഗ്രോ ബാഗിനകത്ത് ഇട്ടേക്കുന്ന നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഓരോന്നിനൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന് നടുന്നത്. കസ്തൂരി മഞ്ഞൾ നടാനായിട്ട് അത്യാവശ്യം തടം തുറന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ചാണകം ഇട്ടിട്ടുണ്ട്, ഒരു 1.5 പെട്ടി ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇടുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഒരു ചെറിയ കൈപ്പിടി ഇടാം. വേപ്പും പിണ്ണാക്കും അതേപോലെ തന്നെ ഇടാം. എന്നിട്ട് ഈ തടം ഒന്നും കൂടെ നല്ലതുപോലെ കൊത്തി ഇളക്കണം. അപ്പോൾ ഇനി നമ്മുടെ മഞ്ഞളിനൊന്നും കേടൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് വേപ്പും പിണ്ണാക്കാണ് ഇടുന്നത്. അപ്പോൾ ഈ വേപ്പും പിണ്ണാക്ക് ഇടുമ്പോൾ ഇല ചുരുട്ടി പുഴുക്കൾ അതേപോലെ മഞ്ഞളിപ്പ് ഒന്നും ഉണ്ടാകാതെ നമുക്ക് കസ്തൂരി മഞ്ഞളും ഇഞ്ചിയും നോർമൽ മഞ്ഞളും എല്ലാം നന്നായിട്ട് വളർന്നു വരും. നമ്മൾ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം തടം നല്ലതുപോലെ അറയണം. 4 ചുറ്റിനും നല്ലതുപോലെ അറയണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് നട്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ വേരൊക്കെ നല്ലതുപോലെ ഓടത്തോളും. ഇപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവർക്കും മഴയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് മണ്ണിനൊക്കെ ചെറിയൊരു പദമൊക്കെ ഉണ്ട്. നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന തടം നല്ലതുപോലെ കൈകൊണ്ട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഒരുക്കി ഒരു കൂന കൂട്ടിയിട്ട് അതിനകത്തൊരു പിള്ളക്കുഴി ഉണ്ടാക്കും. അതിനകത്തോട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞൾ നടുക. അത് നല്ലതുപോലെ തട്ടിപ്പൊത്തി ഉറപ്പിച്ച് കൊടുക്കണം 4 വഴിക്കൂടെ. ഇനി മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആഴ്ച 2 പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇനി കരിയില ഇട്ട് കൊടുക്കണം. അപ്പം തണുപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ അവിടെ കിടന്ന് അവരങ്ങ് വളർന്നു വന്നോളും. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൂട്ടണം. നമ്മൾ കൊത്തിക്കളച്ചിട്ടിരിക്കുന്നതായ മണ്ണ് നല്ലതുപോലെ കൈയും കൊണ്ട് ഇളക്കി ഒന്ന് കൂന കൂട്ടി അതിനകത്തോട്ട് പിള്ളക്കുഴി എടുക്കുക. ഇനി ഇതിനകത്തോട്ട് നല്ലതുപോലെ മുളയൊക്കെ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെട്ടിയടിപ്പിച്ചിട്ടിരുന്നാൽ ഇഷ്ടംപോലെ കസ്തൂരി മഞ്ഞൾ പിടിച്ചോളും. അപ്പം ജൈവ സ്ലറിയൊക്കെ അങ്ങോട്ട് വളർന്നു വരുന്ന സമയത്ത് ജൈവ സ്ലറിയൊക്കെ അങ്ങോട്ട് മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 1 ഒക്കെ ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ പൂവയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും. അതുകൊണ്ട് നമുക്ക് വിളവും കിട്ടും. അപ്പം കസ്തൂരി മഞ്ഞൾ നടാനായിട്ട് ഇവിടെ എല്ലാം കുറേ തടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 100ഓളം കുഴി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം നടണം. അതിനകത്തെല്ലാം വളം ഇട്ട് വെച്ചിരിക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ കുറച്ചെങ്കിലും അത്യാവശ്യം വേണ്ടതെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.